الحمد لله رب العالمين، الصلاة والسلام على رسوله الأمين وعلى آله وأصحابه وأهل بيته أجمعين. يا سيد السادات جئتك قاصدا أرجو رضاك وأحتمي بحماك. والله يا خير الخلائق إن لي قلبا مشوقا لا يروم سواك. أنا طامع بالجود منك ولم يكن لأبي حنيفة في الأنام سواك. يا سيد السادات جئتك قاصدا أرجو رضاك وأحتمي بحماك. والله يا خير الخلائق إن لي قلبا مشوقا لا يروم سواك. സർവാദരണീയരായ സത്യവിശ്വാസികളെ, അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധമായ ഇസ്ലാമിക വിജ്ഞാനം പറയുന്നതിനും അറിയുന്നതിനും വേണ്ടി സംഘടിപ്പിച്ചിട്ടുള്ള വേദിയിലാണ് നാം ഉള്ളത്. ഇന്ന് വിശുദ്ധമായ ഇസ്ലാമിന്റെ പ്രമാണങ്ങളുടെയും നിദാനങ്ങളുടെയും ചരിത്ര വസ്തുതകളുടെയും മാനദണ്ഡത്തിൽ വനിതാ ലോകത്ത് സ്ത്രീ സംബന്ധമായ വിഷയങ്ങളിൽ പരിശുദ്ധമായ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടും ഒരുപാട് തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയും തെറ്റായ വായനകൾക്ക് വിധേയമാവുകയും ചെയ്യുന്ന ഇസ്ലാമിക സ്ത്രീത്വത്തിന്റെ ശരിയായ പ്രാമാണിക തലത്തെ വളരെ ലളിതമായും ഹ്രസ്വമായും പരാമർശിക്കുകയാണ് ഇവിടെ ലക്ഷ്യം വെക്കുന്നത്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മറ്റു ചില ദർശനങ്ങളെ പോലെ സ്ത്രീ അപശബ്ദയാണെന്നോ അവഗണിക്കപ്പെടേണ്ടവളാണെന്നോ പരിഗണിക്കപ്പെടേണ്ടതല്ലെന്നോ എന്ന കാഴ്ചപ്പാട് ഇസ്ലാമിനില്ല. പുരുഷന്മാർക്ക് ലഭിക്കുന്ന മുഴുവൻ സ്വാതന്ത്ര്യങ്ങളും അതേ അനുപാതത്തിൽ തന്നെ സ്ത്രീകൾക്ക് ലഭിക്കണം എന്ന കാഴ്ചപ്പാടും ഇസ്ലാമിന് അവതരിപ്പിക്കാൻ കഴിയില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ത്രീയെയും പുരുഷനെയും സൃഷ്ടിക്കുകയും അവരവരുടെ പ്രകൃതികൾക്ക് അനുസൃതമായ വിധത്തിലുള്ള നിയമങ്ങളും ആരാധനകളും സമീപന രീതികളും ഇടപെടുന്ന മേഖലകളുമാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആധുനിക ലോകത്തെ ഫെമിനിസ്റ്റ് ചിന്താഗതിക്കാർ ഉയർത്തുന്ന സമത്വവാദത്തെയോ സ്ത്രീയും പുരുഷനും എല്ലാ നിലയിലും തുല്യമാണെന്ന കാഴ്ചപ്പാടിനെയോ ഇസ്ലാമിനെ അംഗീകരിക്കാനും ന്യായീകരിക്കാനും കഴിയില്ല.
പുരുഷന്മാർക്ക് ഏതൊക്കെ അവകാശങ്ങളും അധികാരങ്ങളുമുണ്ടോ ആ അവകാശങ്ങളും അധികാരങ്ങളും മുഴുവനും നൽകിയാലേ സ്ത്രീ സ്വാതന്ത്ര്യമാകൂ എന്ന അബദ്ധമായ ധാരണ ഇസ്ലാം വെച്ചു പുലർത്തുകയോ ഉൾക്കൊള്ളുകയോ സ്വീകരിക്കുകയോ ചെയ്യുന്നില്ല. അങ്ങനെ ഒരു ചിന്താധാരയ്ക്ക് നാം അംഗീകാരം നൽകിയാൽ തീർത്തും പ്രകൃതി വിരുദ്ധമായ ഒരു കാഴ്ചപ്പാടിനെ നാം സ്വീകരിക്കേണ്ടി വരും. അപ്പോൾ സ്ത്രീയെയും പുരുഷനെയും ഒരുപോലെ പരിഗണിക്കാവുന്ന മേഖലകൾ, ഓരോരുത്തരെയും വേറിട്ട് മനസ്സിലാക്കേണ്ട മേഖലകൾ, ഓരോ മേഖലയിലും അവരവർക്കുള്ള സ്വസ്ഥവും സ്വതന്ത്രവുമായ വ്യക്തിത്വങ്ങൾ, എല്ലാത്തിനെയും പരിഗണിച്ചുകൊണ്ടുള്ള ലോകോത്തരമായ നിയമവ്യവസ്ഥിതിയാണ് ഇസ്ലാം അനുശാസിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോലെ സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെ പരിഗണിക്കുകയും അവർക്കാവശ്യമായ സ്വാതന്ത്ര്യങ്ങൾ വകവെച്ചു കൊടുക്കുകയും സമൂലമായ വിമോചനത്തിലൂടെ സമുദ്ധാരണത്തിന്റെ സ്വൈരലോകത്തേക്ക് കടത്തിക്കൊണ്ടുവരികയും ചെയ്ത മറ്റൊരു നവോത്ഥാന നായകനെയും വിപ്ലവകാരിയെയും സമുദ്ധാര സാരഥിയെയും ലോക ചരിത്രത്തിൽ നിന്ന് വായിക്കാൻ സാധ്യമല്ല. അപ്പോൾ പരിശുദ്ധമായ ഇസ്ലാമിന്റെ പവിത്രമായ രീതിശാസ്ത്രത്തെയും ഇസ്ലാമിന്റെ സമീപന രേഖകളെയും അന്യൂനമായി അടുത്തറിയുകയും ആസൂത്രിതമായി മനസ്സിലാക്കുകയും ആലോചനാപരമായി വിലയിരുത്തുകയും കൃത്യമായ വായനയ്ക്ക് വിധേയമാക്കുകയും ചെയ്യുമ്പോഴാണ് ഇസ്ലാമിനെ കുറിച്ചുള്ള ധാരണ നമ്മിലേക്ക് സമ്പൂർണമായും എത്തിച്ചേരുക. പടിഞ്ഞാറ് സ്ത്രീ സ്വാതന്ത്ര്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലായിടത്തും കടന്നുവരാനും അവരവരുടെ തന്നിഷ്ടത്തിന് വേണ്ടി കടന്നുപോകാനുമുള്ള മേഖലകളാണെങ്കിൽ അതിനെ നീതീകരിക്കാനോ ന്യായീകരിക്കാനോ ഇസ്ലാമിന് സാധ്യമല്ല. ലോകതലത്തിൽ തന്നെ മദ്യപാനത്തിന് ഔദ്യോഗികത കൊണ്ടുവന്നത് യൂറോപ്യൻ ചിന്താഗതികളാണ്. ലോകതലത്തിൽ തുണിയുടുക്കാത്ത സ്ത്രീജനങ്ങളെ സംഭാവന ചെയ്തത് യുഎസിന്റെയും വെസ്റ്റേൺ കൾച്ചറിന്റെയും സംഭാവനയാണ് എന്ന് കൃത്യമായി വായിച്ചാൽ നമുക്ക് ബോധ്യമാണ്. ഇതുപോലെ അപാകതകളില്ലാത്ത വായനകളിലൂടെ ചരിത്രത്തെയും യാഥാർത്ഥ്യത്തെയും വസ്തുതയെയും പ്രകൃതിയെയും മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയുമാണ് നാം ചെയ്യേണ്ടത്. പരിശുദ്ധമായ ഖുർആൻ തുല്യമായി അവകാശം നൽകേണ്ട സ്ഥലങ്ങളിൽ മുഴുവനും സ്ത്രീയെയും പുരുഷനെയും ഒരുപോലെ തന്നെ വിലയിരുത്തുകയും അവർക്കാവശ്യമായ തലങ്ങളെ ഉൾക്കൊള്ളുകയും ചെയ്യുകയാണ്. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നത് മൻ അമില സാലിഹൻ മിൻ ദക്കറിൻ ഔ ഉൻസാ വഹുവ മുഅ്മിനുൻ ഫലനുഹയ്യന്നഹു ഹയാതൻ ത്വയ്യിബതൻ വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ. മൻ അമില സാലിഹൻ മിൻ ദക്കറിൻ ഔ ഉൻസാ, സ്ത്രീയിൽ നിന്നോ പുരുഷനിൽ നിന്നോ ഒരാൾ ഒരു സൽക്കർമ്മം ചെയ്താൽ, വിശ്വാസിയായിരിക്കെ ഒരു സൽക്കർമ്മം ചെയ്താൽ അവർക്ക് മോഹനമായ ജീവിതം നൽകുകയും മനോഹരമായ പ്രതിഫലം നൽകുകയും അവരുടെ സൽക്കർമ്മത്തിന്റെ പ്രതിഫലത്തെ നൽകുകയും ചെയ്യുമെന്ന് പരിശുദ്ധമായ ഇസ്ലാം ഖുർആൻ ആധികാരികമായി പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ വിശ്വാസിനികളായ സഹോദരിമാർ ആദ്യം മനസ്സിലാക്കേണ്ടത്, നാം നമ്മുടെ പ്രകൃതിയോടും നാം നമ്മുടെ നിയമത്തോടും നീതി പുലർത്തണമെങ്കിൽ ഒന്നാമതായി നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് നമുക്ക് നമ്മുടെ ശരീരത്തോടുള്ള ഇച്ഛകളെ പാലിക്കാനല്ല, മറിച്ച് എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച് പരിപാലിച്ച ലോകാധികാരിയായ അള്ളാഹുവിനോടുള്ള കടപ്പാടുകൾ കൃത്യമായി നിർവഹിക്കപ്പെടുമ്പോഴാണ് ഒരു വിശ്വാസിനി അവളുടെ പ്രകൃതിപരമായ അവളുടെ ജന്മപരമായ ലക്ഷ്യത്തിലേക്ക് കടന്നു വരിക. അപ്പോൾ എന്റെയും നിങ്ങളുടെയും മനസ്സുകളെ സത്യത്തിന്റെയും നീതിയുടെയും ധർമ്മത്തിന്റെയും കർമ്മത്തിന്റെയും
അതുപോലെ തന്നെ മഹിതമായ മൂല്യങ്ങളുടെയും മനോഹരമായ പ്രപഞ്ചത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയണമെങ്കിൽ ഒന്നാമതായി എന്റെ സഹോദരിമാരോട് ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മുടെ സംസ്കാരത്തെയും നമ്മുടെ കൾച്ചറിനെയും നമ്മുടെ രീതികളെയും നിയന്ത്രിക്കാൻ ഒന്നാമതായി നമ്മളെ സ്വീകരിക്കേണ്ടത്, ഒന്നാമതായി നമ്മളിൽ ഉണ്ടാകേണ്ട ഉത്തമമായ ഗുണം അൽ ഈമാനു ബില്ലാഹ്, അല്ലാഹുവിലുള്ള വിശ്വാസമാണ്. അല്ലാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസം. ആ വിശ്വാസത്തിലൂടെ അല്ലാതെ നമുക്ക് നമ്മുടെ വ്യക്തിത്വത്തിന്റെ പാവനമായ തലങ്ങളെ സ്വീകരിക്കാനോ ഉൾക്കൊള്ളാനോ സാധ്യമല്ല. അപ്പോൾ നമ്മുടെ പേഴ്സണാലിറ്റി അതിന്റെ കൃത്യമായ ധർമ്മം നിർവഹിക്കണമെങ്കിൽ ഒന്നാമതായി വേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് അഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാനും എന്റെ മുൻഗാമികളായ ജനങ്ങളും അമ്പിയാക്കന്മാരും ഞാനും എന്റെ മുൻഗാമികളായ പ്രവാചക പരിശ്രേഷ്ഠന്മാരും പറഞ്ഞതിൽ വെച്ച് ഏറ്റവും ഉദാത്തമായ വാചകമേതാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹു അല്ലാതെ ആരാധനയ്ക്കർഹനില്ല, അല്ലാഹു അല്ലാതെ ആരാധനയ്ക്കർഹനില്ലെന്ന മനോഹരമായ വാക്യമാണ് കാലഘട്ടത്തിന്റെ ഇന്നലകളിൽ നിന്ന് ഇന്ന് വരെയുള്ള മുഴുവൻ മഹാന്മാരും പ്രവാചകന്മാരും പറഞ്ഞതെന്ന് മദീനയിലെ രാജാവ് ലോകഗുരുവായ പുണ്യപ്രവാളർ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുമ്പോ, പ്രിയപ്പെട്ട സഹോദരി, എന്റെയും നിന്റെയും സംസ്കാരത്തിന്റെയും ജീവിത രീതികളുടെയും സമീപന രീതികളുടെയും അസ്ഥിശിലകൾ ബന്ധിച്ചു കിടക്കേണ്ടത്, അടിസ്ഥാനങ്ങൾ അകപ്പെട്ട് കിടക്കേണ്ടത് ഒന്നാമതും രണ്ടാമതും മൂന്നാമതുമായി അൽ ഈമാനു ബില്ലാഹ്. അല്ലാഹു മൗജൂദുൻ ഖദീമുൻ ബാഖി മുഖാലിഫുൽ ലിൽ ഖൽഖി ഫിൽ ഇത്ലാഖി. ഈ ലോകത്തെ മുഴുവനും നിയന്ത്രിച്ച് പരിപാലിച്ചു കൊണ്ടുപോകുന്ന സംവിധായകനാരാണ്? പരിപാലകനാരാണ്? ലോകാധികാരിയായ അല്ലാഹു ആണ്. 5 നേരത്തെ നിസ്കാരത്തിന് വേണ്ടി കൈകെട്ടി നിന്നുകൊണ്ട് ഫാത്തിഹ ഓതുമ്പോ പൊന്നു പെങ്ങളെ നമ്മൾ ഓതുന്നത് എന്താണ്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ലോകമാകമാനമുള്ളതിനെ നിയന്ത്രിച്ച് പരിപാലിച്ചു കൊണ്ടുപോയെന്ന പരിപാലകനായ അല്ലാഹുവേ, നിനക്കാണ് സർവ സ്തോത്രങ്ങളുമെന്ന മഹിതമായ പ്രഖ്യാപനത്തിന്റെ വരിഷ്ഠമായ വചനമാണ് നിന്റെ അധരങ്ങളിൽ നിന്ന് ഹൃദയം തൊട്ട് മന്ത്രിക്കുന്നതെങ്കിൽ ആ ലോകാധികാരിയായ അല്ലാഹുവിനുള്ള അചഞ്ചലമായ വിശ്വാസമാണ് ഒരു വിശ്വാസിനിയുടെ അടിസ്ഥാന ഗുണമായി വരേണ്ടത്. ആ ഈമാൻ ഉണ്ടെങ്കിലേ, ഈമാൻ എന്ന അടിസ്ഥാന ഗുണമില്ലാത്തവർക്ക് രക്ഷയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആരാധനകൾ, നമ്മുടെ കർമ്മങ്ങൾ, നമ്മുടെ രീതികൾ എല്ലാം സ്വീകരിക്കണമെങ്കിൽ അതിന്റെ അടിസ്ഥാന ഗുണം അല്ലാഹുവിലുള്ള വിശ്വാസമാണ്, പടച്ചവനിലുള്ള വിശ്വാസമാണ്. ഈ വിശ്വാസമില്ലാത്തവർ എത്ര സൗന്ദര്യമുള്ളവരാണെങ്കിലും, എത്ര സമ്പത്തുള്ളവരാണെങ്കിലും, എത്ര ആഢ്യത്വമുള്ളവരാണെങ്കിലും, എത്ര അംഗീകാരമുള്ളവരാണെങ്കിലും, എത്ര ഔദ്യോഗികതകൾ ഉള്ളവരാണെങ്കിലും അവർക്ക് പാരത്രിക ലോകത്ത് വിജയമില്ലെന്ന് പരമയാഥാർത്ഥ്യത്തെയും പ്രാപഞ്ചിക സത്യത്തെയും ഏറ്റെടുക്കാനുള്ള മനസ്സാണ് ആദ്യമായി മോളെ നിന്റെ മനസ്സിലേക്ക് വരേണ്ടത്. അതുകൊണ്ടാണ് നവജാത ശിശുവിന് ആദ്യമായി കേൾക്കാൻ നമ്മൾ വിളിക്കുന്നത് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് ആദ്യം കേൾക്കേണ്ടത് സിസ്റ്റർമാരുടെ കമന്റ് അല്ല, ഡോക്ടേഴ്സിന്റെ കൊട്ടേഷൻ അല്ല. ആദ്യമായി കേൾക്കേണ്ടത് അല്ലാഹു എന്ന പരിശുദ്ധമായ വാചകമാണ്. അല്ലാഹു എന്ന പരിശുദ്ധമായ വാക്ക്, അല്ലാഹു അക്ബർ എന്ന പരിശുദ്ധമായ വാചകം, ഈ വാചകമാണ് ആദ്യമായി പൊന്നുമോന്റെ കൽബിലേക്ക്, അവന്റെ മെമ്മറിയിലേക്ക് കടന്നു വരേണ്ടത്. ഇന്ന് പക്ഷേ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർ
അലമുറയിട്ട് പ്രസവ സമയത്ത് വേദനിച്ചുകൊണ്ട് നിലവിളിക്കുമ്പോൾ അവർക്ക് പശ്ചാത്തലങ്ങളും പരിസരങ്ങളും മുഴുവനും മറന്നു പോവുകയാണ്. ആധുനിക പ്രസവ രീതികളുടെ നടുവിൽ നിന്നുകൊണ്ട് നമ്മുടെ ഉമ്മമാര് പ്രസവിക്കുമ്പോ നമ്മുടെ മക്കൾക്ക് അല്ലാഹ് എന്ന് കേട്ട് ജനിക്കാനുള്ള നിയോഗമില്ലാതെ വന്നിരിക്കുകയാണ്. കാരണം നമ്മളെ ഗർഭിണിയാണെന്ന് അറിയുന്നത് മുതൽ മൾട്ടി സ്പെഷ്യാലിറ്റി മെഗാ സൗകര്യങ്ങളുള്ള വലിയ ഹോസ്പിറ്റലിലേക്ക് പോകാൻ മത്സരിക്കുന്നവരാണ്. ഹോസ്പിറ്റല് വലുതാകും തോറും സംസ്കാരം കുറഞ്ഞുകൊണ്ടാണ് വരിക. ജനിച്ച കുട്ടിയെ മണിക്കൂറുകൾ കഴിഞ്ഞ് കയ്യിലേക്ക് കിട്ടിയിട്ട് കാര്യമില്ല. ആദ്യമായി അവന്റെ മനസ്സിലേക്ക് വരേണ്ട പവിത്ര വചനമേതാണ്? ലോകാധികാരിയായ അള്ളാഹുവിന്റെ പേരാണ്. അതുകൊണ്ട് മോളെ, നീ ഒരു കോച്ചിങ് നേടിയിട്ടാണ് പ്രസവിക്കാൻ പോകേണ്ടത്. ഇന്നത്തെ കാലത്ത് മിക്ക കേസുകളും ഹോസ്പിറ്റലിലേക്ക് പോവാ. സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നോർമൽ പ്രസവം കിട്ടിയില്ലെങ്കിലും പ്രശ്നമില്ല എന്നിടത്തേക്ക് എത്തിയിരിക്കുകയാണ്. കൂടുതൽ ആളുകളും അങ്ങനെ റിക്വസ്റ്റ് ചെയ്യുന്നു, ഞങ്ങൾക്ക് നോർമൽ വേണ്ട, ഞങ്ങൾക്ക് സിസേറിയൻ മതി. എന്നാ നൊന്ത് പറ്റൂ എന്ന വേദനയില്ലല്ലോ. ഇതുപോലെയാണ് വരുന്നതെങ്കിൽ മാനവികതയുടെ മനതലങ്ങളിൽ മാറ്റത്തിന്റെ മണിമന്ത്രം ഒഴിഞ്ഞ മദീനയുടെ രാജാവ് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചു തന്ന മനോഹരമായ നിർദ്ദേശങ്ങൾ പാലിക്കപ്പെടാതെ പോവുകയാണ്. ആദ്യമായി പൊന്നുമോളുടെ ഖൽബിലേക്ക് വരേണ്ടത് അല്ലാഹ് എന്ന വിശുദ്ധ വാക്കാണ് മോളെ. അതിന് നീ പ്രസവിക്കാൻ പോകുന്നതിന് മുമ്പ് ഒരു കോച്ചിങ് നീ സ്വീകരിച്ചിരിക്കണം. അതെന്താണ്? എന്റെ ഗർഭാശയത്തിൽ നിന്ന് കുഞ്ഞ് പുറത്തേക്ക് വന്നു എന്ന് ബോധ്യമാകുന്ന ഉടനെ നീ നിലവിളിക്കുന്നതിന്റെ ഇടയിലാണെങ്കിലും അല്ലാഹ് എന്നൊന്ന് വിളിച്ച് കരയാൻ പഠിക്കണം മോളെ. അപ്പോ നിന്റെ നവജാത ശിശു കേൾക്കുന്നത് ഉമ്മാന്റെ വായിൽ നിന്നു തന്നെ അല്ലാഹ് എന്ന മന്ത്രമാണ്. അങ്ങനെ ആദ്യം അല്ലാന്ന് കേട്ട് എന്റെ മോൻ ജനിക്കട്ടെ, എന്റെ മോള് ജനിക്കട്ടെ, എന്റെ സന്താനം ലോകത്തേക്ക് വരട്ടെ. നമ്മുടെ മനസ്സിലേക്ക് കരയുമ്പോ അല്ലാന്ന് വിളിക്കാൻ പഠിച്ചാൽ മതി. എന്നാൽ എനിക്കൊരു ഓമന പിറന്നു എന്ന് ബോധ്യം വരുന്ന സമയത്ത് അല്ലാഹ് എന്ന് അലമുറയിട്ടുകൊണ്ട് കരയുന്ന സമയമാണെങ്കിലും ആദ്യമായി മോൻ കേൾക്കുന്നത്, മകള് കേൾക്കുന്നത് അല്ലാഹ് എന്ന വാചകമായാൽ ഇനി ഒരല്പസമയം വാങ്ങുകൊടുക്കാൻ വൈകിപ്പോയാലും അവന്റെ ബ്ലാങ്കായ മനസ്സിലേക്ക് ലോകത്ത് നിന്ന് ആദ്യമായി കേൾക്കുന്ന വചനം അത് അള്ളാഹുവിന്റെ പേരായി മാറിയാൽ ഖുദാ കാ നാം ലിഖ് ദേനാ, നബി കാ നാം ലിഖ് ദേനാ, കൈ കുഫ്റോं के झंडा है उधर इस्लाम लिख देना. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ച മഹത്തായ നിർദ്ദേശം, അതായത് ഒരു നവജാത ശിശുവിന്റെ കാതിലേക്ക് ആദ്യം കേൾക്കേണ്ടത് അള്ളാഹുവിന്റെ നാമമാണ്, പടച്ചവന്റെ പേരാണ്. അങ്ങനെ ഇന്നത്തെ സാഹചര്യങ്ങളിൽ അങ്ങനെ പേര് കേട്ട് ജനിക്കാൻ സാഹചര്യമില്ലെങ്കിൽ, അഥവാ വാങ്ങുകൊടുക്കാൻ കയ്യിൽ കിട്ടുമ്പോഴേക്ക് ഒരുപാട് മന്ത്രങ്ങളും കമന്റുകളും കേട്ട് കഴിഞ്ഞു പോകുമെങ്കിൽ, ഉമ്മമാരെ നിങ്ങൾക്ക് നല്ല ഒരു ഹോംവർക്ക് ഉണ്ടായിരിക്കണം. എന്റെ മോൻ, എന്റെ മോള് ആദ്യമായി കേൾക്കുന്നത് അല്ലാഹ് എന്ന വചനമാകണമെന്ന് നിർബന്ധമായ ഒരു നിഷ്ഠ നിങ്ങളുടെ മനസ്സിൽ വന്നാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് മാറ്റി എഴുതാൻ കഴിയും. ഇത് പറയുമ്പോ എത്ര സഹോദരിമാരാ ബോധത്തോടെ പ്രസവിക്കുന്നത്, അഥവാ സർജറി ആയിപ്പോയാ എന്താ ചെയ്യാ എന്നൊരാശങ്ക നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാകാം. പഴയകാല രീതികളിൽ നിന്ന് നമ്മൾ മാറി, അള്ളാഹുവിനെ കുറിച്ചുള്ള വിചാരങ്ങളിൽ നിന്ന് മാറി. ഗർഭാവസ്ഥയിലുള്ള സഹോദരിമാര് അവർക്ക് ദീനിയായ ചിട്ടകളും മര്യാദകളും ഒക്കെ പോയി. അവരെ സംബന്ധിച്ചിടത്തോളം മെഡിസിനും ഗൈനക്കോളജിസ്റ്റും മാത്രമേ ഇതിന് പരിഹാരമുള്ളൂ എന്നിടത്തേക്ക് ആത്മീയമായ രീതികളിൽ നിന്ന് മാറിയതാണ് വലിയ പ്രശ്നം. നിങ്ങൾ ആലോചിച്ചു നോക്കൂ,
ആരുടെയും പെർമിഷൻ ഇല്ലാതെ കടന്നു വന്ന, അഥവാ ഭൗതികമായ ഒരു സംവിധാനങ്ങളുടെയും സമ്മതമില്ലാതെയാണ് 4ാമത്തെ മാസമാകുമ്പോ ഉമ്മാന്റെ ഗർഭാശയത്തിലേക്ക് ആത്മാവ് കടന്നു വരുന്നത്. ഒരു ഗൈനക്കോളജിസ്റ്റിനോട് ചോദിക്കൂല, ഒരു സൈക്കാട്രിസ്റ്റിനോട് ചോദിക്കൂല, ഒരു കാർഡിയോളജിസ്റ്റിനോടും ചോദിക്കില്ല, ഒരു ENT സ്പെഷ്യലിസ്റ്റിനോടും ചോദിക്കൂല. നേരെ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ആ പള്ളയിൽ കിടക്കുന്ന മാംസപിണ്ഡത്തിലേക്ക് ആത്മാവ് കടന്നു വരുമ്പോൾ ആത്മാവിന്റെ ഭാഷ ഒരു മെഡിക്കൽ കോളേജിലും പഠിപ്പിക്കുന്നില്ല. ഒരു ഗൈനക്കോളജിസ്റ്റും ഏതെങ്കിലും ഒരു മേഖലയിൽ നിന്ന് ആത്മാവിന്റെ ഭാഷകളെ സ്പെഷ്യലൈസ് ചെയ്തുകൊണ്ട് പഠിച്ചു വരുന്നില്ല. അതുകൊണ്ടൊരു പെണ്ണ് പ്രസവിക്കാൻ പ്രയാസപ്പെട്ടാൽ ഒന്നുകിൽ മിക്കവാറുമുള്ള കേസുകൾ കുട്ടി തല തിരിഞ്ഞു കിടക്കുന്നതിന്റെ പേരിൽ നോർമൽ പ്രസവം നടക്കുന്നില്ല. തല കീഴായി കിടക്കുമ്പോഴേ നോർമൽ പ്രസവം നടക്കൂ. അതുകൊണ്ട് കാല് കീഴോട്ടാക്കിയിട്ടാ കിടക്കുന്നത് കുട്ടിയെങ്കിൽ ഡോക്ടർ പറയും അല്പസമയം കൂടി വെയിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ചിലപ്പോ കുട്ടിക്കോ അല്ലെങ്കിൽ തള്ളയ്ക്കോ പ്രശ്നമായിരിക്കും, അതുകൊണ്ട് സിസേറിയൻ നടത്തിയേ പറ്റൂ. ഇവിടെ 2 മാർഗങ്ങൾ മാത്രമാണ് സാക്ഷാൽ ഗൈനക്കോളജിസ്റ്റിന്റെ കയ്യിലുള്ളത്. ഒന്നെന്താണ്? ഗർഭാശയം തുറന്ന് കുഞ്ഞിനെ പുറത്തേക്കെടുക്കുക. രണ്ടാമത്തേത് പ്രസവിക്കേണ്ട സ്ഥലത്തുകൂടി ഒരു ഉപകരണം ഗർഭാശയത്തിലേക്ക് കടത്തിയിട്ട് കുട്ടിയുടെ തല പിടിക്കുക, ഇങ്ങ് വലിച്ച് പുറത്തേക്കെടുക്കുക. അത് കുറച്ചൊക്കെ അപകടകരമായ രീതിയാണ്. ചില ഹോസ്പിറ്റലുകളിലൊക്കെ ഞങ്ങളുടെ സ്ഥാപനത്തിൽ വരുന്നവരെല്ലാം നോർമൽ ഡെലിവറിയാണ് എന്ന് പറയാൻ ഇത്തരം മാർഗങ്ങൾ സ്വീകരിക്കുകയും കുഞ്ഞ് ബ്രെയിനിലെ അല്ലെങ്കിൽ തലയിലെ വെയിനുകൾക്ക് കേടുവന്നിട്ട് മന്ദബുദ്ധികൾ വരെ ആയിപ്പോയ റിപ്പോർട്ടുകൾ നമ്മൾ വായിച്ചിട്ടുണ്ട്. അപ്പൊ ഈ 2 മാർഗങ്ങളെ യഥാർത്ഥത്തിൽ ഒരു ഭൗതികനായ ഡോക്ടറുടെ കയ്യിലുള്ളൂ. എന്നാൽ ഈ കുട്ടിയുടെ ഉള്ളിലുള്ള ഡ്രൈവറോടെന്ന് പറയണം, കുട്ടിയെന്ന് പറഞ്ഞാൽ ഒരു ബോഡിയാണ്. ഈ ബോഡിയുടെ ഉള്ളിൽ ഒരു ഡ്രൈവർ ഉണ്ട്, അതാണ് ആത്മാവ്. ആ ആത്മാവ് ടെലസ്കോപ്പിൽ തെളിയില്ല, ആ ആത്മാവ് സ്കാനറിൽ തെളിയില്ല, ആ ആത്മാവ് എക്സ്റേയിൽ വരില്ല. അങ്ങനെ ഉപകരണങ്ങളുടെ കണ്ണുകൾക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത ആത്മാവെന്ന നിഷ്ഠമായ സാധനം ആ ആത്മാവ് നിക്ഷേപിച്ചത് അല്ലാഹുവാണ്. ആ ആത്മാവിനോടൊന്ന് പറയണം, അല്ലയോ ആത്മാവേ, നീ ബോഡി ഒന്ന് തിരിച്ചിടാൻ പറയണം. നമ്മുടെ വഴിയിൽ ബ്ലോക്കായിട്ടൊരു നാഷണൽ പെർമിറ്റ് ലോറി കിടക്കുക, നാട്ടുകാരെല്ലാം കൂടെ കൂടി തള്ളി നീക്കാൻ പറ്റും ചിലപ്പോ, അല്ലെങ്കിൽ പൊളിച്ചു മാറ്റാനും പറ്റും. എന്നാൽ അതിന് നല്ല മാർഗം എന്താണ്? ആ വണ്ടിയുടെ ഡ്രൈവർ അപ്പുറത്ത് കിടന്നുറങ്ങുന്നുണ്ട്, അയാളെ വിളിച്ചിട്ട് പറയണം, ഈ വണ്ടി എടുത്തൊന്ന് മാറ്റിയിട്ടിട്ട് കിടന്നുറങ്ങ സഹോദരാ. അതിന് ചിലപ്പോൾ അണ്ണാച്ചിയായ തമിഴ്നാട്ടുകാരനായ ഡ്രൈവറാണെങ്കിൽ തമിഴ്നാട്ടുകാരന്റെ ഭാഷയിൽ പറയേണ്ടി വരും, മലയാളത്തിൽ പറഞ്ഞാൽ ചിലപ്പോ മനസ്സിലാവണമെന്നില്ല. ഇതുപോലെയാണ് ആത്മാവിന്റെ ഭാഷയിൽ ആത്മാവിനോടൊന്ന് പറഞ്ഞാൽ മനുഷ്യ ശരീരമാകുന്ന വാഹനം കറക്റ്റ് ഡയറക്ഷൻ ഇല്ലതെങ്കിൽ ലാൻഡ് ചെയ്യുമ്പോ ഉമ്മാന്റെ പള്ളയിൽ കിടക്കുന്ന കുഞ്ഞ് നോർമൽ ഡെലിവറിയാണ്. ആ സ്പിരിച്വൽ ട്രീറ്റ്മെന്റ് ആണ് ബിസ്മിയും ഹംദും സ്വലാത്തും നൽസലാമും മുന്നേ ബില്ലിനെ ഫീസത്ത് മാല ചൊല്ലി ഞാൻ തുടങ്ങുന്നേ. ആത്മാവിന്റെ ഭാഷയിൽ പള്ളയിൽ കിടക്കുന്ന കുഞ്ഞിന്റെ ആത്മാവിനെ ഉണർത്തുകയാണ്. കാരണം ആത്മാവ് ആരുടെ അധികാരത്തിലാണ്? യസ്അലൂനക അനിർ റൂഹ് ഖുലിർ റൂഹു മിൻ അംരി റബ്ബീ. അല്ലയോ പുണ്യ നബിയെ, വന്നിട്ട് ചോദിക്കും ആത്മാവിനെ കുറിച്ച് ജൂതന്മാര്, അതുപോലെ പരിഷ്കരണത്തിന്റെ ആളുകളെ വന്നിട്ട് ആത്മാവെന്താന്ന് ചോദിക്കുമ്പോ അവിടുന്ന് ആധികാരികമായ മറുപടി പറയണേ നബിയെ, യസ്അലൂനക അനിർ റൂഹ് ഖുലിർ റൂഹു മിൻ അംരി റബ്ബീ. ആത്മാവ് അള്ളാഹുവിന്റെ പരമാധികാരത്തിലുള്ളതാണ്. ഒരു സ്പെഷ്യലിസ്റ്റിന്റെയും ഒരു മോഡേൺ സ്കോപ്പ് കൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നതല്ല. ഇന്ന് ആത്മാവിനെ കുറിച്ച് കൃത്യമായി പറഞ്ഞു കൊടുക്കണമെന്ന്
അള്ളാഹുവിന്റെ പവിത്രമായ ഖുർആൻ പറയുമ്പോ പണ്ട് കാലങ്ങളിൽ ഉമ്മാക്ക് മകന്റെ ഉള്ളിലുള്ള ആത്മാവിനോട് സംവേദനം നടത്താൻ എത്രയോ മാർഗങ്ങളുണ്ട്. ബദരീയത്തുണ്ട്, അസ്മാഉൽ ഹുസ്നയുണ്ട്, അഅ്ലമുസ്സലാത്തുണ്ട്, നഫീസത്ത് മാലയുണ്ട്. ഇന്നത്തെ ഉമ്മമാർക്ക് അതൊന്നുമില്ല. മോഡേൺ സീരിയലുകൾക്ക് മുമ്പിൽ തപസ്സിരിക്കുന്ന പെങ്ങളെ, നിന്റെ പള്ളയിൽ വളരുന്ന കുഞ്ഞിന്റെ ആത്മാവിനോട് നിനക്ക് ബന്ധമുണ്ടോ? നമ്മൾ മെറ്റീരിയലൈസ് ചെയ്ത് കളഞ്ഞു, നമ്മൾ ശാരീരികവൽക്കരിച്ചു കളഞ്ഞു, നമ്മൾ മോഡേണൈസ് ചെയ്ത് കളഞ്ഞു, നമ്മൾ ആധുനികവൽക്കരിച്ചു കഴിഞ്ഞു. നമ്മൾ ഡോക്ടേഴ്സിന്റെ പരിധിയിലേക്ക് മാത്രം വിട്ടുപോയി. അള്ളാഹുവിന്റെ ആത്മീയമായ നിയന്ത്രണങ്ങളെ നാം മനസ്സിലാക്കിയില്ല. മരിച്ചു കിടക്കുന്ന ഒരാൾ, അയാളുടെ അടുക്കൽ ലോകത്തുള്ള മുഴുവൻ സ്പെഷ്യലിസ്റ്റുകളെയും വിളിക്കുക. ഹലോ മിസ്റ്റർ ENT സ്പെഷ്യലിസ്റ്റ്, നിങ്ങൾ ഏതൊക്കെ അവയവങ്ങളാ പരിശോധിക്കണത്? ആ അവയവങ്ങൾ മുഴുവൻ ഈ മയ്യത്തിലുണ്ടോ നോക്കെ. എല്ലാം ഉണ്ട്. കാർഡിയോളജിസ്റ്റിനെ വിളിച്ച് ചോദിക്കുക, നിങ്ങൾ പരിശോധനാ വിധേയമാക്കുന്ന ഹാർട്ട് എവിടെയുണ്ട്? ഈ ബോഡിയിൽ ഉണ്ട്. അങ്ങനെ ഹ്യൂമൻ ബോഡിയുമായി ബന്ധപ്പെട്ട, മനുഷ്യ ശരീരവുമായി ബന്ധപ്പെട്ട് ഇന്നേ വരെ ഉണ്ടായിട്ടുള്ള മുഴുവൻ സ്പെഷ്യലിസ്റ്റുകളെയും വിളിച്ചാൽ അവർക്ക് മുഴുവനും പഠിക്കേണ്ട അവയവങ്ങൾ മുഴുവനും അവിടെയുണ്ട്. പക്ഷേ അതിനെ മുഴുവനും പ്രവർത്തിപ്പിക്കുന്ന സാധനം കാണാനില്ല. അത് പറയാനൊരു സ്പെഷ്യലിസ്റ്റും വന്നിട്ടില്ല. ആ സ്പെഷ്യലിസ്റ്റിന് പറ്റാത്തതാണ് ആത്മാവെന്ന് പറയുന്നത്. ശാസ്ത്രം അതിന്റെ പരിധിയിലേക്ക് വന്നിട്ടില്ല. അപ്പൊ ഏത് സ്പെഷ്യലിസ്റ്റിനെയാ? മിംസിലെയോ കിംസിലെയോ നിംസിലെയോ ലോകത്തുള്ള എല്ലാവരെയും കൊണ്ടുവന്നോ? എന്നാലും അവരവർക്ക് മുഴുവനും പഠിക്കേണ്ട അവയവങ്ങൾ ആ ശരീരത്തിലുണ്ട്. പക്ഷേ ആ അവയവങ്ങൾക്ക് മുഴുവനും പവർ നൽകുന്ന, ആ അവയവങ്ങൾക്ക് മുഴുവനും ചലനം നൽകുന്ന, ആ അവയവങ്ങളെ മുഴുവനും ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ കൃത്യമായ ആത്മാവിനെ കാണാനില്ല. കാരണം അതാരുടെയും പെർമിഷനോടെ വന്ന് കയറിയതല്ല, അള്ളാഹുവിന്റെ അധികാരത്തിൽ വന്ന് കയറിയതാണ്. ഉമ്മാന്റെ പള്ളയിൽ കിടക്കുന്ന മാംസപിണ്ഡത്തിലേക്ക് ആത്മാവ് വന്ന് കയറിയപ്പോ ഗൈനക്കോളജിസ്റ്റിനോട് ചോദിച്ചില്ല, അടുത്ത് നിൽക്കുന്ന സിസ്റ്ററോട് ചോദിച്ചില്ല, തൊട്ടടുത്ത് കിടക്കുന്ന ഭർത്താവിനോട് ചോദിച്ചില്ല, എന്തിനേറെ ഗർഭം പേറുന്ന മാതാവിനോട് പോലും ചോദിച്ചില്ല. ഞാൻ എൻട്രി പാസ് തരുമോ, ഞാനൊന്ന് കടന്നോട്ടെ എന്ന് ചോദിച്ചില്ല. ആ ആത്മാവങ്ങ് ഇറങ്ങിപ്പോകാൻ നേരവും ആരോടും ചോദിക്കേണ്ടതില്ല. ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖ്ദിമൂൻ. ഒരു സെക്കൻഡും മുന്നോട്ടോ പിന്നോട്ടോ ഇല്ല. ഇന്ന് രാവിലെ കൊല്ലത്തേക്കോ മറ്റോ പോകാൻ ഇറങ്ങിയ നമ്മുടെ കോളേജിന്റെ തൊട്ടടുത്തുള്ള മഹല്ല് കമ്മിറ്റിയായ കാട്ടുമുറാക്കൽ മഹല്ല് കമ്മിറ്റിയിലെ മുൻ പ്രസിഡന്റ് ഷാഫി എന്ന സഹോദരൻ ഇന്ന് രാവിലെ റാഹത്തോടെ ആഫിയത്തോടെ വീട്ടിൽ നിന്നിറങ്ങിയതാ. പക്ഷേ ഉച്ചയായപ്പോഴേക്ക് അറ്റാക്ക് വന്നുപോയി. അസറിന്റെ വാങ്ക് വിളിക്കുമ്പോ കബറിൽ കിടത്തി മറമാടി കഴിഞ്ഞു. ഞാനിവിടെ കബറടക്കത്തിന് പോയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. രാവിലെ ഇറങ്ങി, ഒരുപാട് ആവശ്യങ്ങളും ലക്ഷ്യങ്ങളും വെച്ചിറങ്ങി. പക്ഷേ ദിഖാതു ഖൽബിൽ മർഇ ഖായിലതുൽ ലഹു ഇന്നൽ ഹയാത ദഖായിഖു വസവാനി. നിന്റെ ഹാർട്ടിനെ അല്ലാഹു തആല പ്രോഗ്രാം ചെയ്തത് നിശ്ചിത സമയം ബീറ്റ് ചെയ്യാനാണ്. നിശ്ചിത സമയം ബീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നിന്റെ ഹാർട്ടിനെ സംവിധാനിച്ചത്. ആ ഹാർട്ട് പ്രോഗ്രാം ചെയ്തത് അള്ളാഹുവാണ്. അതിന്റെ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് അതിന്റെ കൃത്യമായ എണ്ണം എത്രയാണോ അത് അവസാനിച്ചാൽ അത് നിശ്ചലമായി പോയി. നമ്മൾ ഉണ്ടാക്കുന്ന ഉപകരണങ്ങളൊക്കെ കാണാം ഇത്ര അവർ ഉപയോഗിക്കാൻ പറ്റുന്നത്. ഇപ്പൊ നമ്മുടെ വീട്ടിലേക്കുള്ള ഫാൻ ടൈമറുള്ള ഫാനാണ്. എത്ര മണിക്കൂർ ഈ ഫാൻ കറങ്ങണം, അത് കഴിഞ്ഞ് ഓഫ് ആകണം. അരമണിക്കൂർ, 2 മണിക്കൂർ, 3 മണിക്കൂർ അങ്ങനെയുള്ള പ്രോഗ്രാം ചെയ്യുന്ന ഫാൻ ഉണ്ട്. 3-ാമത്തെ മണിക്കൂർ ആവുമ്പോൾ അതവിടെ നിൽക്കും, ഓട്ടോമാറ്റിക് ഓഫ് ആവും. ഇതുപോലെ പ്രോഗ്രാം ചെയ്യുന്ന സംവിധാനങ്ങളാണ്.
സാറ്റലൈറ്റുകൾ എത്ര മണിക്കൂർ ഉപരിലോകത്ത് കിടക്കണമെന്ന് പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. എത്ര സ്പീഡിൽ ഭൗമാകാശത്ത് നിന്ന് പോകണമെന്ന് സയന്റിസ്റ്റുകൾ പ്ലാൻ ചെയ്തിട്ടാണ് നമ്മുടെ ഉപഗ്രഹങ്ങൾ, സാറ്റലൈറ്റുകൾ ഉപരിലോകത്തേക്ക് വിടുന്നത്. ഭൗമലോകത്ത് എത്ര മണിക്കൂർ, എത്ര സ്പീഡിൽ, എത്ര കിലോമീറ്ററിൽ അത് പോകണം. ശൂന്യാകാശത്ത് എന്നാൽ അതിന്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ എന്ത് ചെയ്യണം തുടങ്ങിയുള്ളതെല്ലാം പ്രോഗ്രാം ചെയ്തിട്ടാണ് മനുഷ്യൻ അവന്റെ ഉപകരണങ്ങളെ വിടുന്നതെങ്കിൽ ഓരോ ഉപകരണത്തിന്റെയും അതിന്റെ കപ്പാസിറ്റി എത്ര അവേഴ്സ് ആണെന്ന് കൃത്യമായി വെച്ചിട്ടുണ്ട്. എന്നാൽ മനുഷ്യനെ പ്രോഗ്രാം ചെയ്ത് പടച്ചു തന്ന അല്ലാഹു ജല്ല ജലാലുഹു അവൻ തീരുമാനിച്ചു പോയി, വവ്വാക്കാവിലെ അബ്ദുറഹ്മാന്റെ മകൾ ആയിഷ എന്ന് പറയുന്ന പെണ്ണ് ഇത്ര ദിവസമാണ് ഇവിടെ ജീവിക്കേണ്ടത്, അവളുടെ ഹാർട്ട് ഇത്ര പ്രാവശ്യമാണ് ബീറ്റ് ചെയ്യേണ്ടത്, അല്ലാഹ് നിശ്ചയിച്ച് പ്രോഗ്രാം ചെയ്ത് വിട്ടതാണ്. അപ്പൊ അല്ലാഹു തആല നിശ്ചയിച്ച ഡെഡ് ലൈൻ എത്തിക്കഴിഞ്ഞാൽ ഇന്ത്യക്കാൽ ഹോഗി, ലോകത്തോട് വിട പറഞ്ഞു പോയി. ഭർത്താവ് കരഞ്ഞിട്ട് കാര്യമില്ല, കൂട്ടുകാരി നിലവിളിച്ചിട്ട് കാര്യമില്ല, ആരുടെയും രോദനങ്ങൾക്ക് വിലയില്ല, ആരുടെയും വിലാപങ്ങൾക്ക് പ്രസക്തിയില്ല. അതുകൊണ്ട് മോളെ ആദ്യമായി മനസ്സിലേക്ക് വരേണ്ടത് അൽ ഈമാനു ബില്ലാഹ്. അതുകൊണ്ട് നിന്റെ ജീവിതത്തിന്റെ രീതികളെയും നിന്റെ ശരീരത്തിന്റെ അവസ്ഥകളെയും മുഴുവനും നിയന്ത്രിക്കേണ്ടത് എവിടെയാണ്? വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖദല്ലാഹു വറസൂലുഹു അൻ യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം വമൻ യഅസില്ലാഹ വറസൂലഹു ഫഖദ് ളല്ല ളലാലൻ മുബീനാ. വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ, ഒരു വിശ്വാസിക്കും ഒരു വിശ്വാസിനിക്കും പാടില്ല, ഇദാ ഖദല്ലാഹു വറസൂലുഹു, അല്ലാഹുവും അവന്റെ റസൂലും വിധിച്ചു കഴിഞ്ഞാൽ, അയ്യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം, അല്ലാഹും അല്ലാഹുവിന്റെ റസൂലും പറഞ്ഞു തന്ന തീരുമാനത്തിനപ്പുറം വേറെ അവർക്കൊരു ചോയ്സ് ഇല്ല, വേറെ അവർക്കൊരു സെലക്ഷൻ ഇല്ല. വമൻ യഅസില്ലാഹ വറസൂലഹു, അങ്ങനെ അല്ലാഹുവും റസൂലും പറഞ്ഞു തന്ന കാര്യങ്ങൾക്കപ്പുറത്തേക്ക് ഒരാൾ കടന്നു പോയാൽ ഫഖദ് ളല്ല ളലാലൻ മുബീനാ, അവൻ വ്യക്തമായ പിഴവിലാണ്. അപ്പോ ഖുദാ की मर्जी और रसूल अकरम सल्लल्लाहु अलैहि वसल्लम की मर्जी, അല്ലാഹുവിന്റെയും റസൂലിന്റെയും പ്രീതിയാണ് നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ട് പൊന്നു പെങ്ങളെ, നമ്മുടെ ലൈഫ് ലൈൻ തീരുമാനിക്കേണ്ടത് അല്ലാഹുവും റസൂലുമാണ്. നമ്മുടെ ജീവിതത്തിന്റെ വഴികളെ തീരുമാനിക്കേണ്ടത് അല്ലാഹുവും റസൂലുമാണ്. അല്ലാഹും റസൂലും തീരുമാനിച്ച വഴിക്ക് അപ്പുറത്തേക്ക് പോയാൽ ഫഖദ് ളല്ല ളലാലൻ മുബീനാ, വ്യക്തമായ പിഴവിലേക്ക് അവൻ ആപതിച്ചുപോയി. അപ്പോൾ എന്റെ ഉമ്മമാര്, സഹോദരിമാര് തീരുമാനിക്കേണ്ടത്, എന്റെ വസ്ത്രധാരണം അല്ലാഹ് റസൂൽ എന്ത് പറഞ്ഞു, ഞാൻ എന്ത് ധരിക്കണം, എങ്ങനെ ധരിക്കണം, എപ്പോ ധരിക്കണം, എങ്ങോട്ട് പോകണം, അത് നമ്മൾ തീരുമാനിക്കണം. അല്ലാഹുവിന്റെ റസൂലിന്റെ ഈ തീരുമാനം എന്തോ അത്. അതുപോലെ തന്നെ ഞാൻ എന്താണ് ഭക്ഷണം കഴിക്കേണ്ടത്, അല്ലാഹും റസൂലും തീരുമാനിക്കണം. അല്ലാഹുവും റസൂലും വിധിച്ചു കഴിഞ്ഞാൽ അതിനപ്പുറത്ത് വിധിയില്ല. ഇന്ന് നോക്കൂ, നമ്മുടെ സഹോദരിമാരുടെയൊക്കെ ജീവിതത്തിൽ വലിയൊരു ദുരന്തമാണ്. മോളെ, ഒന്നാമതായി നിനക്ക് കടപ്പാട് വീടേണ്ടത് ആരോടാണ്? നിനക്ക് ജീവൻ നൽകിയ അല്ലാഹുവിനോടാണ്. അല്ലാഹുവിനോട് നീ വീടേണ്ട കടപ്പാടെന്താണ്? അസ്സലാഹ്, 5 നേരത്തെ നിസ്കാരത്തിന് നീ വീഴ്ച വരുത്തല്ലേ മോളെ. എന്നാൽ നിന്നെ അല്ലാഹുവിന് പരിഗണനയില്ല. മൻ തറക സ്വലാത്ത സുബ്ഹി ഫഹുവ ഖാരിജുൻ മിൻ ദിമ്മത്തില്ലാഹ്. ഒരാള് സുബ്ഹി നിസ്കാരം ഒഴിവാക്കിയാൽ അവൻ അല്ലാഹുവിന്റെ നിയന്ത്രണത്തിൽ നിന്ന്, അഥവാ റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന് അവൻ പുറത്താണ്. സുബ്ഹി നിസ്കാരം ഒഴിവാക്കിയാൽ അല്ലാഹുവിന്റെ റെസ്പോൺസ് ഇല്ല. അപ്പോൾ 7ാം ക്ലാസ്സിൽ പ്രായപൂർത്തിയായ പൊന്നു പെങ്ങള്
അല്ലെങ്കിൽ 8ാം ക്ലാസ്സിൽ പ്രായപൂർത്തിയായ സഹോദരി, 9ാം ക്ലാസ്സിൽ പ്രായപൂർത്തിയായ സഹോദരി പള്ളിക്കൂടത്തിൽ പഠിക്കാൻ പോകുന്നുണ്ട്. 3 കൊല്ലമോ 4 കൊല്ലമോ പ്രായപൂർത്തിയായ നിലയിലാണ് അവളെ പഠിക്കാൻ പോയത്. മോളെ, നീ സെക്കൻഡറിയിലായാലും ഹയർ സെക്കൻഡറിയിലായാലും നിന്റെ 5 നേരത്തെ നിസ്കാരം കൃത്യമാണെങ്കിൽ മാത്രമേ അള്ളാഹുവിന് നിന്റെ പരിഗണനയുള്ളൂ. മോളെ, SSLCയുടെ റിസൾട്ട് വരുമ്പോ വാപ്പ വരും, എത്ര A+ ഉണ്ട് മോളെ. ഉപ്പാപ്പമാര് പോലും ഇപ്പൊ അത് പഠിച്ചു പോയ കാലമാണ്. എത്ര A+ ഉണ്ട്, B+ ഉണ്ട്, D+ ഉണ്ടെന്നൊക്കെ പരിശോധിച്ചു വരുമ്പോ ഇംഗ്ലീഷിന്റെ മാർക്കും സോഷ്യോളജിയുടെ മാർക്കും അല്ലെങ്കിൽ സോഷ്യൽ സയൻസിന്റെ മാർക്കും ഒക്കെ കൃത്യമായി വിലയിരുത്തി കഴിഞ്ഞിട്ട് SSLCക്ക് ഹൈ മാർക്ക് വാങ്ങി പാസ്സായ മോക്ക് നല്ല 1ാം തരം ലഡു വാങ്ങി സമ്മാനം കൊടുത്തിട്ട് വാപ്പ തിരിച്ചു നടക്കുമ്പോ ഈ പൊന്നുമോളുടെ പ്രോഗ്രാം ചെയ്ത ഹാർട്ടിന്റെ ബീറ്റ്സിന്റെ സമയം കഴിഞ്ഞാൽ അസ്രായീൽ അലൈഹിസ്സലാം വന്ന് പറയുന്ന, മോളെ സമയമായി പോയി, വരൂ. അങ്ങനെ ഈ മോളങ്ങ് മരിച്ചു പോയാൽ ഈ 16 വയസ്സോ 15 വയസ്സോ ഉള്ള മോള് മരിച്ചുപോയി. വവ്വാക്കാവ് പള്ളിയുടെ ഖബർസ്ഥാനിലേക്ക് കൊണ്ടുവച്ചിട്ട് ആളുകൾ മറമാടിയിട്ട് വരുമ്പോ 2 മലക്കുകൾ വന്ന് ചോദിക്കും, മോളെ ഇംഗ്ലീഷിന് ഏതാ ഗ്രേഡ്? അതല്ല ചോദിക്കുക. മാത്സിന് ഏതാ ഗ്രേഡ്? അതല്ല ചോദിക്കുക. ചോദിക്കും, അവ്വലു മാ യുഹാസബു ബിൽ അബ്ദു അൻ സ്വലാത്തിഹി. മോളെ, നിന്റെ നിസ്കാരത്തിന്റെ ഗ്രേഡ് എന്താണ് മോളെ? നീ എത്ര ദിവസം ളുഹർ നിസ്കരിച്ചു? നീ എത്ര ദിവസം അസ്ർ നിസ്കരിച്ചു? നീ എത്ര ദിവസം സുബഹി നിസ്കരിച്ചു? നീ എത്ര ദിവസം മഗ്രിബ് നിസ്കരിച്ചു? നിനക്ക് ശുദ്ധിയുള്ള എത്ര ദിവസം നീ കൃത്യമായ നിസ്കാരം നിർവഹിച്ചു എന്ന് അള്ളാന്റെ ചോദ്യം വരും. അഥവാ മലക്കുകളുടെ ചോദ്യം വരുമ്പോ നിന്റെ ജനാസയുടെ കൂടെ +1ന്റെയോ SSLCയുടെയോ മാർക്ക് ലിസ്റ്റ് വെച്ചിട്ടില്ല. നിന്റെ കഫൻ പുടവയിൽ നിന്റെ ടെക്സ്റ്റ് ബുക്കുകളോ സർട്ടിഫിക്കറ്റുകളോ വെച്ചിട്ടില്ല. അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിലും ഒരു കാര്യവും ഇല്ല. പൊന്നു പെങ്ങളെ, അവിടെ നിനക്ക് പറഞ്ഞു തരാനൊരു കൂട്ടുകാരിയുമില്ല. സഹോദരി, അവിടെ നിനക്ക് പകർന്നു തരാനൊരു കൂട്ടുകാരനുമില്ല. ആ ഏകാന്തമായ മണ്ണറയിൽ നീ ഒറ്റയ്ക്ക് കിടക്കുമ്പോ ആദ്യമായി നിന്നോട് ചോദിക്കുന്ന കർമ്മം നിസ്കാരമാണ്. അതിൽ നിനക്ക് ഹൈ റാങ്ക് നേടിയാലല്ലാതെ അടുത്ത സ്റ്റെപ്പിലേക്ക് നിനക്ക് രക്ഷയില്ല. എന്റെ ശബ്ദം ശ്രവിക്കുന്ന SSLC കൊല്ലം പാസ്സായ അല്ലെങ്കിൽ +2 കഴിഞ്ഞുപോയ സഹോദരിമാരില്ലേ, നിങ്ങളുടെ നിസ്കാരത്തിന്റെ മാർക്ക് ലിസ്റ്റ് എവിടെ? അള്ളാഹു സുബ്ഹാനഹു വ തആല നിക്കരിക്കാനൊക്കെ പറയും, അള്ളാഹു റസൂലും പറയും, മുലയമാരും പറയും, അതൊരു വഴിക്ക്, ഞങ്ങൾ വേറെ വഴിക്ക് എന്ന് പറഞ്ഞു പോയാൽ രക്ഷയില്ല പെങ്ങളെ. അപ്പോൾ എന്റെയും നിന്റെയും ഒക്കെ ജീവിതം പാരത്രിക ലോകത്ത് വിചാരണ ചെയ്യപ്പെടുന്ന ജീവിതമാണ്, പരലോകത്ത് വിലയിരുത്തപ്പെടുന്ന ജീവിതമാണ്. നമ്മുടെ പള്ളിയിലൊക്കെ 1ാം സഫിൽ നിക്കരിക്കാൻ വരുന്ന കാക്ക, പള്ളിയിൽ സംഭാവന ചോദിച്ചാൽ ആദ്യം തരുന്ന ആജിയാര്, അതുപോലെ തന്നെ നാട്ടിലൊരു പ്രശ്നമുണ്ടെങ്കിൽ മുന്നിട്ടിറങ്ങുന്ന കാരണവന്മാര്, ഒരുപാട് ഇസ്ലാമികമായ അടയാളങ്ങളും നല്ല ഗുണങ്ങളും ഉള്ളവരാണ്. പക്ഷേ സ്വന്തം മക്കളുടെ ആരാധനയിൽ അവർക്ക് ശ്രദ്ധ കുറവാണ്. എത്ര വാപ്പമാരുണ്ട്, എന്റെ മകള് സ്കൂളിൽ പഠിക്കാൻ പോകുന്നുണ്ട്, അവള് പ്രായപൂർത്തിയായവളാണ്, അവർക്ക് നിസ്കാരം നിർബന്ധമാണ്, അവള് നിസ്കരിക്കുന്നുണ്ടോ, അതിന് സംവിധാനമുണ്ടോ എന്ന് ആലോചിക്കുന്ന വാപ്പമാരെവിടെ? അങ്ങനെ ചിന്തിക്കാനൊന്നും വാപ്പാമാർക്ക് നേരമില്ല. അങ്ങനെ ചിന്തിക്കാനൊന്നും വാപ്പാമാർക്ക് നേരമില്ല. വാപ്പാമാരിനി ഏതെങ്കിലും നല്ല നല്ല കോഴ്സുകളിലേക്ക് മക്കളെ വിടാൻ വേണ്ടി ആലോചിച്ചുകൊണ്ടിരിക്കുക. ഇതുപോലെ ഭൗതികമായ സാഹചര്യങ്ങളിൽ മാത്രം ലിമിറ്റ് ചെയ്ത് നിന്നാ പോരാ. നമ്മുടെ മാനദണ്ഡം എവിടെയാണ്?
മോളെ, നിനക്ക് ആദ്യമായി വീടേണ്ട കടപ്പാട് അള്ളാഹുവിനോടുള്ള കടപ്പാടാണ്. അള്ളാഹുവിനോടുള്ള ബാധ്യത പൂർണ്ണമായും നിറവേറ്റിയാലല്ലാതെ രക്ഷയില്ല. വാപ്പായും ഉമ്മായും നോക്കേണ്ടത് എന്റെ മോള് പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും അള്ളാഹിനോടുള്ള കടപ്പാട്. 5 നേരത്തെ നിസ്കാരം നിർവഹിക്കുന്നുണ്ടോ? 5 നേരത്തെ നിസ്കാരം നിർവഹിക്കുന്ന മകളാണോ? പ്രിയപ്പെട്ട പെങ്ങന്മാരെ, കല്യാണത്തിന്റെ അന്ന് ളുഹർ നിസ്കരിക്കുന്ന പുതിയ പെണ്ണെവിടെ? ചില പുതിയാപ്പളമാര് ഗതികേടിന് പള്ളി വെച്ച് നിക്കാഹാന്ന് ചിലപ്പോ നിക്കരിക്കാത്തവരും നിക്കരിച്ചു പോകും. അതേ സമയത്ത് കല്യാണത്തിന്റെ അന്ന് ളുഹർ നിസ്കരിക്കുന്ന പുതിയ പെണ്ണെവിടെ? കല്യാണത്തിന്റെ അന്ന് അസ്ർ നിസ്കരിക്കുന്ന പുതിയ പെണ്ണെവിടെ? പണ്ട് ദീനുള്ള കുടുംബങ്ങളിൽ വീട്ടിലുള്ള ഉമ്മമാരും വലിയുമ്മമാരും ഒക്കെ പുതിയ പെണ്ണിന്റെ ചേലും മര്യാദയും ഒക്കെ മനസ്സിലാക്കുന്നത് വീട്ടിലേക്ക് പുതിയാപ്പള കൂട്ടിക്കൊണ്ട് വരുമ്പോ അതാ പുതിയാപ്പളയുടെ വീട്ടിൽ വന്നിട്ട് പുതിയ പെണ്ണ് ളുഹർ നിസ്കരിക്കുമ്പോ വലിയുമ്മമാര് നോക്കിയിരിക്കും, ഇവളെ മര്യാദയ്ക്ക് ഫിഖ് പഠിച്ചിട്ടാണോ വന്നതെന്ന് വാച്ച് ചെയ്യാനുള്ള ഇന്റർവ്യൂവിന്റെ സമയമായിരുന്നു. പക്ഷേ ഇന്ന് നിസ്കാരം ഒരു അജണ്ടയല്ല. ഇന്ന് നിസ്കാരം നോക്കേണ്ട ഉമ്മ ഓഡിറ്റോറിയത്തിൽ കിടക്കാണ്, കൂടെ നിസ്കരിക്കേണ്ട മാതാവ് ജനങ്ങളുടെ കൂടെ ബഹളത്തിലാണ്. ഈ മകൾക്ക് ളുഹർ നിസ്കരിക്കാതെ നിങ്ങൾ കെട്ടിച്ചുവിടുന്ന ദിവസത്തിന്റെ അന്ന് അതാ ബറക്കത്തുണ്ടോ പെങ്ങളെ? നിന്റെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ കാരുണ്യം വരുമോ? അള്ളാഹ്ക്ക് റെസ്പോൺസിബിലിറ്റി ഇല്ല. പണ്ടൊക്കെ ആണെങ്കിലോ വിവാഹത്തിന്റെ ഡേറ്റ് നിശ്ചയിക്കുന്ന സമയത്ത് ഉമ്മമാരോടൊന്ന് ചോദിക്കും വാപ്പമാര്, എന്താ നമ്മുടെ മോള് കല്യാണം 15-ാം തീയതി ആക്കിയാലോ? അപ്പം മകളുടെ ഡ്യൂറേഷൻ അറിയുന്ന, പീരീഡ് അറിയുന്ന ഉമ്മ പറയും, വേണ്ട, നമുക്ക് 22-ാം തീയതി ആക്കാം. അതിന്റെ അർത്ഥം 15-ാം തീയതി മോള് ശുദ്ധിയുള്ള അവസ്ഥയിൽ ആയിരിക്കില്ല എന്ന ഒരു സൂചന നൽകിയിട്ട് കല്യാണം നിശ്ചയിക്കാറുണ്ടായിരുന്നു. ഇന്ന് ആ നിശ്ചയത്തിന്റെ ദിവസം പോയിട്ട് ഓഡിറ്റോറിയം ഒഴിവുള്ളത് ഇനി വെള്ളിയാഴ്ച ഉച്ചയാണെങ്കിലും വേണ്ടില്ല, അന്നായിക്കോട്ടെ എന്ന് തീരുമാനിക്കുന്ന കാലം വന്നപ്പോ എത്ര സ്വകാര്യ ജീവിതങ്ങൾ അപകടത്തിലായി പോയി മോളെ. വാപ്പമാരെ, നിങ്ങളും ഉത്തരവാദികളാണ്. ഉമ്മമാരെ, നിങ്ങളും പ്രതിക്കൂട്ടിലാണ്. വിശാലമായി ഞാൻ കടക്കുന്നില്ല. അപ്പോൾ നിസ്കാരത്തിന്റെ വിഷയത്തിൽ വീഴ്ച വന്നു പോയാൽ അവൻ അള്ളാഹുവിനോടുള്ള അമാനത്തിൽ വീഴ്ച വന്നവനാണ്, അള്ളാഹുവിനോടുള്ള കടപ്പാടിൽ വീഴ്ച വന്നവനാണ്. നിസ്കാരത്തിലുള്ള വീഴ്ച വന്നു പോയാൽ അവനെ വിശ്വസിക്കാൻ പറ്റാത്തവനാണ്. അള്ളാഹുവിന് അവനിൽ വിലയില്ല. അപ്പോൾ നമ്മൾ പുതിയൊരു ജീവിതത്തിന്റെ വഴിയിലേക്ക് അതാ പുതിയാപ്പളയുടെ കൂടെ പുതിയ പെണ്ണ് പുതിയ ജീവിതത്തിന് കാലെടുത്തു വെക്കുമ്പോ അന്നത്തെ സുബഹിയും ളുഹറും അസ്റും ഒക്കെ ഖളാണെങ്കിൽ അന്നത്തെ രാത്രിയിൽ അല്ലാഹ് ബറക്കത്ത് ചെയ്യുമോ? അന്നത്തെ രാത്രിയിൽ അല്ലാഹ് ബറക്കത്ത് ചെയ്യുമോ? അല്പമെങ്കിലും ഈമാനുള്ള പെങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. ഇനി വിവാഹം നടക്കേണ്ട പെങ്ങന്മാരൊന്ന് തീരുമാനിക്കേ, ഇൻഷാ അല്ലാഹ് എനിക്ക് നിസ്കാരം നിർബന്ധമുള്ള സമയമാണെങ്കിൽ ഞാൻ എന്റെ കല്യാണത്തിന്റെ അന്നത്തെ ളുഹറോ അസ്റോ അതുപോലെ തന്നെ സുബഹിയോ ഖളാഅക്കൂലാന്ന് ഒരു പ്രതിജ്ഞ ചെയ്യണേ മോളെ. നിന്റെ ജീവിതത്തിന്റെ ശോഭനമായ രാത്രിയാണ് വരുന്നത്, പക്ഷേ അത് മറ്റൊരു രാത്രിയുടെ സൂചനയാണ്. ദുനിയാവിലെ പുതുമണവാളനും മണവാട്ടിക്കും കിട്ടുന്ന ആദ്യ രാത്രി ഖബറിലെ ആദ്യ രാത്രിയെ കുറിച്ചും ഓർക്കാനുള്ള സമയമാണെന്ന് ഫാത്തിമത്തുൽ സഹ്റാ റളിയല്ലാഹു അൻഹാ ചരിത്രത്തിലൂടെ പറഞ്ഞു തന്നില്ലേ? മണവാളൻ ഒരുങ്ങി നിൽക്കുന്ന അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങള് മണവറയിലേക്ക് കടന്നു വരുമ്പോ പുതിയ പെണ്ണിരുന്ന് കരയുകയാണ്. ചോദിക്കുന്നു, മോളെ
നിന്റെ വാപ്പ എന്നെ പുതിയാപ്പിളയായി തെരഞ്ഞെടുത്തതിൽ വല്ല അനിഷ്ടവും വന്നുപോയോ? അപ്പോഴാണ് സഹ്റാ ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയുകയാണ്, എന്റെ വാപ്പാന്റെ സെലക്ഷൻ മാറിപ്പോയതല്ല. ഇന്നീ മണവറയിൽ നമ്മൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സന്തോഷം പങ്കുവെക്കാനുള്ളതാണ്. നാളെ എന്റെ മണ്ണറയിൽ നിങ്ങൾ ഉണ്ടാവൂലല്ലോ അലി ഇബ്നു അബീ ത്വാലിബേ എന്ന് പ്രിയപ്പെട്ട ഭർത്താവിനോട് ആത്മസംഘർഷത്തെ അടയാളപ്പെടുത്തുകയാണ് ബീവി ഫാത്തിമത്തു സഹ്റാ റളിയല്ലാഹു അൻഹാ. അപ്പൊ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ കല്യാണത്തിന്റെ അന്ന് രാത്രി അള്ളാഹുവിനെ ഓർക്കുക. ഇത് ദുനിയാവിലെ ആദ്യത്തെ രാത്രി. നാളെ ആഖിറത്തിലേക്കുള്ള ഖബറിലെ ആദ്യത്തെ രാത്രി എങ്ങനെയായിരിക്കും എന്ന് ആലോചിക്കുന്നത്. യാദൃച്ഛികമായിരിക്കാം എന്റെ പിതാവ്, ഞങ്ങളുടെ ഉപ്പ മരണപ്പെടുന്നതിന്റെ അന്ന് വൈകുന്നേരം വീട്ടിൽ വെച്ച് വായിക്കുന്നത് കാണാൻ കഴിഞ്ഞത് അവ്വലു ലൈലത്തിൻ ഫിൽ ഖബർ എന്ന ഗ്രന്ഥമാണ്. ഖബറിലെ ആദ്യ രാത്രി എന്ന പുസ്തകം സന്ധ്യാസമയത്ത് വെച്ച് വായിക്കുന്നു വാപ്പ. രാത്രി 12 മണി കഴിഞ്ഞ് 1 മണി ആയപ്പോഴേക്ക് വാപ്പ മരണപ്പെട്ടു പോയി. ഒരു പക്ഷേ ഒരു യാദൃച്ഛികതയായിരിക്കാം. എന്നാലും ശരി, ഇമാമിങ്ങൾ അങ്ങനെയുള്ള കിതാബ് എഴുതി വെച്ചു പോയി കേട്ടോ. ഖബറിലെ ആദ്യ രാത്രി എന്ന് കിതാബ് എഴുതിയ ഇമാമിങ്ങളില്ലേ? അതാ നമ്മള് മോളെ കെട്ടിച്ചിട്ട് ആദ്യത്തെ ജീവിതത്തിലേക്ക് വിടുമ്പോ അവർക്ക് ആവശ്യമായ മുഴുവൻ സാധനങ്ങളും പെട്ടിയിൽ കരുതി പുതിയാപ്പള കൊണ്ടുവന്നിട്ടുണ്ട്. പുതിയ പെണ്ണിന്റെ വീട്ടിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. രാത്രി എഴുന്നേൽക്കുമ്പോ ഒരു പച്ചവെള്ളത്തിന് വേണ്ടി പോലും ആരെയും വിളിക്കേണ്ടി വരരുത് എന്ന നിലയിൽ എല്ലാം ഒരുക്കി വെച്ചിട്ടല്ലേ നിങ്ങളുടെ മകളെ നിങ്ങളെ കല്യാണം കഴിച്ചു വിട്ടത്. എന്നാൽ ഖബറിലേക്ക് കൊണ്ട് കുഴിച്ചിട്ട് പ്രിയപ്പെട്ട പിതാവിനെ മണ്ണറയിൽ കിടത്തിയിട്ട് വീട്ടിൽ വന്ന് കിടന്ന് ഇന്നലെ വാപ്പ മരിച്ചപ്പോ മയ്യത്തിന്റെ കൂടെ നിന്ന് ക്ഷീണിച്ചതിന്റെ പേരിൽ കൂർക്കം വലിച്ചു ഉറങ്ങുകയല്ലേ. എന്നാൽ മുൻഗാമികൾ അങ്ങനെയല്ല. മുൻഗാമികൾ അവരുടെ കുടുംബത്തിൽ ഒരാൾ മരണപ്പെട്ടാൽ ആദ്യത്തെ രാത്രിയിൽ മുഴുവനും നിന്ന് നിസ്കരിക്കുകയാണ്, സുന്നത്ത് നിസ്കരിക്കുകയാണ്. എന്നിട്ട് അള്ളാഹിനോട് ദുആ ചെയ്യുകയാണ്, അള്ളാഹുവേ എന്റെ വാപ്പയെങ്കിൽ വാപ്പ, മകനെങ്കിൽ മകൻ, ആരായാലും മരിച്ചുപോയവരുടെ ഖബർ അവരിതാ ആദ്യത്തെ രാത്രിയെ അഭിമുഖീകരിക്കുകയാണ്. നീ അവിടുന്ന് പ്രകാശപൂരിതമാക്കണേ റബ്ബേ എന്ന നിലയ്ക്ക് പ്രാർത്ഥിച്ചു കൊടുക്കുകയാണ് മുൻഗാമികളുടെ പതിവ്. പക്ഷേ ഇന്നത് കാണാനില്ല. ഞാൻ വിഷയം നീട്ടിക്കൊണ്ടുപോകുന്നില്ല. എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, മോളെ, നിസ്കാരത്തിന്റെ വിഷയത്തിൽ ഒരു വീഴ്ച വന്നുപോയാൽ നിന്റെ ശരീരത്തിന് മൂല്യമില്ല, നിന്റെ സൗന്ദര്യത്തിന് മൂല്യമില്ല, നിന്റെ ആഢ്യത്വത്തിന് മൂല്യമില്ല, നിന്റെ അധികാരത്തിന് മൂല്യമില്ല, നിന്റെ സമ്പന്നതയ്ക്ക് മൂല്യമില്ല. എല്ലാം മൂല്യമില്ലാത്ത ചരക്കുകളായി മാറിപ്പോയി. അതുകൊണ്ട് വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖലല്ലാഹു വറസൂലുഹു അൻ യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം വമൻ യഅസില്ലാഹ വറസൂലഹു ഫഖദ് ളല്ല ളലാലൻ മുബീനാ. അല്ലാഹുവിന്റെയും പുണ്യനബിയുടെയും പവിത്ര വഴിയിൽ നിന്ന് മാറി സഞ്ചരിച്ചാൽ നീ വ്യക്തമായ പിഴവിലാണ്, നീ വ്യക്തമായ മാർഗഭ്രംശത്തിലാണെന്ന് ഖുർആൻ. പക്ഷേ മൗലിയാരെ പ്രസംഗിച്ചോ, ഇനി നേരം വെളുക്കോളം പ്രസംഗിച്ചാലും കല്യാണ വീട്ടിലും മരണ വീട്ടിലും ഞങ്ങൾ നടത്തുന്ന നടപടികളൊന്നും തൽക്കാലം മാറ്റിവെക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇതാണ് ഇന്നത്തെ നമ്മുടെ സമൂഹത്തിന്റെ അവസ്ഥ. ഇന്നത്തെ നമ്മുടെ സമൂഹത്തിന്റെ അവസ്ഥ എന്താ? നേരം വെളുക്കോളം ലോകത്തുള്ള മൗലിയാമാര് മുഴുവനും വയത് പറഞ്ഞാലും ഞങ്ങളുടെ കല്യാണ വീട്ടിലെ അനാചാരങ്ങൾ മാറ്റിവെക്കാൻ ഞങ്ങളില്ല.
അള്ളാഹു അമാനത്തായി ഏൽപ്പിച്ച പൊന്നുമോളെ കൊണ്ടുപോയി രാവിലെ മുതലേ ഓഡിറ്റോറിയത്തിൽ പ്രദർശനത്തിന് വെച്ചേക്കുക. എല്ലാവന്മാരും, കൂടെ പഠിച്ചവന്മാരും, നാട്ടിൽ നടന്നവന്മാരും, കോളേജിൽ പഠിച്ചവന്മാരും എല്ലാവരും വന്നിട്ട് കമന്റ് പാസ്സാക്കിയിട്ട് പോകാൻ പൊന്നുമോളെ ഇരുത്തി കൊടുക്കുന്ന വാപ്പ എന്തിനാ മേത്തന്റെ പേരും വെച്ച് നടക്കുന്നത്? അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയമങ്ങളെ ധിക്കരിച്ചിട്ട് നീ ഏത് വിലാസമാ ഉപയോഗിക്കുന്നത്? എന്തിനാണ് നീ അള്ളാഹുവിന്റെ മതത്തിന്റെ അനുയായിയാണെന്ന് പറയുന്നത്? പടച്ചവന്റെ മതത്തിന്റെ നിയമത്തെ പരസ്യമായി ധിക്കരിക്കുകയാണ് ചെയ്യുന്നത്. അടുത്തൊരു കല്യാണത്തിന് എന്നെ വിളിച്ചു. കല്യാണത്തിന് പ്രസംഗിക്കാൻ വേണ്ടി വിളിച്ചതാണ്. വിളിച്ചപ്പോ തന്നെ എനിക്ക് തോന്നി, പടച്ചവനെ ഇത് പ്രസംഗിക്കാനൊന്നും പറ്റുന്ന ഒരു സാഹചര്യം ആയിരിക്കൂല. അങ്ങനെ ഏതായാലും അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഞാൻ അവിടെ എത്തിയപ്പോ വൈകിപ്പോയി. കാരണം വൈകിയതൊരു ഭാഗ്യമായി പിന്നെ അനുഭവപ്പെട്ടു. ചെല്ലുമ്പോ എന്താ, മെഗാ സ്ക്രീനുകളിൽ മ്യൂസിക് ബാക്ക്ഗ്രൗണ്ടോടെ പുതിയാപ്പളയും പുതിയ പെണ്ണും ചേരിയിൽ നിൽക്കുമ്പോ നാട്ടുകാര് മുഴുവനും വന്നിട്ട് ആശംസ അറിയിക്കുന്നത് മ്യൂസിക്കിന്റെ ബാക്ക്ഗ്രൗണ്ടോടെ സ്ക്രീനുകൾ വെച്ച് ഓഡിറ്റോറിയത്തിന്റെ പരിസരങ്ങളിൽ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുക. ലൈവ് സിനിമ എന്ന് പറയാൻ പറ്റുന്ന രൂപത്തിൽ. എവിടെ എത്തിപ്പോയി? അള്ള കൊടുത്ത അനുഗ്രഹങ്ങളെയാണ് പടച്ചവന്റെ കോപത്തിനു വേണ്ടി വലിച്ചു കൊണ്ടുവരുന്നത്. ഈ മോളും മരുമോനും ഇന്ന് രാത്രിയിൽ അവരുടെ മധുവിധു ആഘോഷിക്കുമ്പോ അള്ള ഒരു സന്താനത്തെ കൊടുത്താൽ അതിൽ ബറക്കത്തുണ്ടാകുമോ വാപ്പാ? നിങ്ങളുടെ ഖബറിന്റെ അടുക്കൽ വന്ന് ദുആ ചെയ്യാൻ പറ്റുന്ന ഒരു മോനെ കിട്ടുമോ നിങ്ങളുടെ മകളിൽ നിന്ന്, നിങ്ങളുടെ മകനിൽ നിന്ന്? അതൊന്നും നമ്മുടെ അജണ്ടയല്ല. അള്ളാഹു തആല 4 ചില്ലറ വന്നിട്ടുണ്ട്, അത് അടിച്ചു പൊളിച്ച് അതെല്ലാം തൊലച്ചിട്ടേ ഞാൻ എന്റെ കല്യാണം അവസാനിപ്പിക്കും. ഇതുപോലെയുള്ള സംസ്കാരങ്ങളാണ് നമ്മൾ തുടങ്ങി വെക്കുന്നത്. അവിടെ അള്ളാഹു എന്ത് പറഞ്ഞു എന്ന് നോക്കുന്നില്ല, റസൂലുള്ള എന്ത് പറഞ്ഞു എന്ന് നോക്കുന്നില്ല. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരിമാരെ, വളരെ നീണ്ട വിഷയമാണ്, വിശാലമായി ഞാൻ കടക്കുന്നില്ല. കണ്ടില്ലയോ, ലോക നേതാവായ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വഅലിഹി വസഹബിഹി വസല്ലം തങ്ങൾ പറയാണ്, ലാ യഖലുവന്ന റജുലുൻ ബിംറഅത്തിൻ ഇല്ലാ വമഅഹാ ദൂ മഹറമിൻ വലാ തുസാഫിറുൽ മർഅതു ഇല്ലാ മഅ ദീ മഹറമിൻ ഫഖാല റജുലുൻ യാ റസൂലല്ലാഹ് ഇന്ന ഇംറഅതി ഖറജത് ഹാജതൻ വഇന്നി കുതിബതു ഫീ ഗസ്വതി കദാ വകദാ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ലാ യഖ്ലുവന്ന റജുലുൻ ബിംറഅത്തിൻ, ഒരാണും ഒരു പെണ്ണും മാത്രമായി ഒരിക്കലും എവിടെയും ഒറ്റപ്പെടാൻ പാടില്ല. ഒരന്യ പുരുഷനും ഒരന്യ സ്ത്രീയും ഒരിക്കലും തനിച്ചാകാൻ പാടില്ല. ഇല്ലാ വമഅഹാ ദൂ മഹറമിൻ, അവളുടെ കൂടെ ഒരു മഹ്റമായ വിവാഹബന്ധം അനുവദിക്കപ്പെടാത്ത വിധത്തിൽ ബന്ധമുള്ള ഒരാളില്ലാതെ. വലാ തുസാഫിറുൽ മർഅതു ഇല്ലാ മഅ ദീ മഹ്റമിൻ, അവിടുന്ന് വിവാഹബന്ധം മെഹറാമായ ഒരു അടുത്ത ബന്ധുവില്ലാതെ ഒരു പെണ്ണ് യാത്ര ചെയ്യാനും പാടില്ല. ഫഖാല റജുലുൻ യാ റസൂലല്ലാഹ്, അപ്പോ ഒരാള് അള്ളാന്റെ റസൂലിനോട് പറയാണ്, നബിയേ, എന്റെ ഭാര്യ ഹജ്ജിന് പുറപ്പെട്ടിരിക്കുന്നു. എന്റെ പേര് ഇസ്ലാമിക സമരമുറയിലെ, ഇസ്ലാമിക സമര സൈന്യത്തിലെ ജിഹാദിന് വേണ്ടിയുള്ള ലിസ്റ്റിൽ എന്റെ പേരെഴുതിയിട്ടുണ്ട് നബിയേ. എന്റെ ഭാര്യ ഒറ്റയ്ക്ക് ഹജ്ജിന് പോകാൻ പോവാണ് നബിയേ. ഞാൻ എന്തു വേണം നബിയേ?